Hello everyone. So in today's class we will be discussing about polar coordinates. So in the given notes, I have written like this. So this one you have to study only polar coordinates, and cylindrical and spherical coordinates are not there for you this semester. Okay, only polar coordinates are there to study in this semester. Okay, so ഒരു ജനറലായിട്ട് ഒരു പോയിന്റിന് നിങ്ങൾ എക്സ്പ്രസ് എങ്ങനെയാക്കുന്നത്? അപ്പോൾ ഒരു പോയിന്റിന് എക്സ്പ്രസ് ആക്കാൻ വേണ്ടിയിട്ട് കുറേ കോർഡിനേറ്റ്സ് ഉണ്ട് അല്ലേ? എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചത്? ഒന്ന് ഫസ്റ്റ് ബേസിക്കായിട്ട് നിങ്ങൾ പഠിക്കുന്നത് എന്താണ്? കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് അല്ലേ? കാർട്ടീഷ്യൻ ഫോർമുല ഒരു പോയിന്റിന് എങ്ങനെയാണ് എക്സ്പ്രസ് ആക്കുക എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കാർട്ടീഷ്യൻ ഫോർമുല? ഒരിപ്പോൾ എക്സ് വൈ പ്ലെയിന് കൺസിഡർ ആക്കാം. എക്സ് പ്ലെയിനുണ്ട്, വൈ പ്ലെയിനുണ്ട്. അപ്പോൾ ഈ എക്സ് വൈ പ്ലെയിനിൽ ഒരു പോയിന്റിന് എങ്ങനെയാണ് കാർട്ടീഷ്യൻ ഫോർമുല എക്സ്പ്രസ് ആക്കുക? ഇതൊരു പോയിന്റ് പി ആണെങ്കിൽ ലെറ്റ് ദിസ് ബി പോയിന്റ് പി. അപ്പോൾ നിങ്ങൾ ആ പോയിന്റ് എക്സ് ആക്സിസിൽ എക്സ് ഡിസ്റ്റൻസിലുണ്ട്, വൈ ആക്സിസിൽ വൈ ഡിസ്റ്റൻസിലുണ്ട് എന്നാണെങ്കിൽ ഈ പോയിന്റ് പി എങ്ങനെയാണ് എക്സ്പ്രസ് ആക്കുക? പി ഓഫ് എക്സ് കൊമ വൈ അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഇത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലാണ്. അപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ ഒരു പോയിന്റിന് എക്സും വൈയും ഇങ്ങനെ ആണ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് എക്സ്പ്രസ് ആക്കുക അല്ലേ? അപ്പോൾ അതേപോലെ നമുക്ക് ഒരു പോയിന്റിന് എക്സ്പ്രസ് ആക്കാൻ വേണ്ടിയിട്ട് വേറെ കോർഡിനേറ്റ് സിസ്റ്റം ഏതൊക്കെയാണ് ഉള്ളത്? പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, അതേപോലെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. ഇതൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കോർഡിനേറ്റ് സിസ്റ്റംസ് ഉണ്ട് ഒരു പോയിന്റിന് എക്സ്പ്രസ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പോളാർ കോർഡിനേറ്റ്സ് ആണ്. നെക്സ്റ്റ് സെക്ഷൻ എന്നുള്ളത് പോളാർ കോർഡിനേറ്റ് ആണ്. പോളാർ കോർഡിനേറ്റിൽ എങ്ങനെയാണ് ഒരു പോയിന്റിന് എക്സ്പ്രസ് ആക്കുക? അപ്പോൾ ഈ പോളാർ കോർഡിനേറ്റ്സും ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്സ് എന്താണ്? പിന്നെ ഒരു കർവിനൊക്കെ എങ്ങനെയാണ് വരയ്ക്കുക പോളാർ കോർഡിനേറ്റിൽ? ഇതൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഡെഫിനിഷൻ നോക്കാം. എന്താണ് പോളാർ കോർഡിനേറ്റ് എന്നുള്ളത്? അപ്പോൾ പോളാർ കോർഡിനേറ്റ് ഈസ് എ പെയർ ഓഫ് കോർഡിനേറ്റ്സ് ആർ കൊമ തീറ്റ. അതായത് നിങ്ങൾ ഒരു പോയിന്റിനെ പോളാർ കോർഡിനേറ്റിൽ എങ്ങനെയാണ് എക്സ്പ്രസ് ആക്കുക? ആർ കൊമ തീറ്റ. അപ്പോൾ നിങ്ങൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമിൽ എക്സ് കൊമ വൈ ആണ് നിങ്ങൾ എക്സ്പ്രസ് ആക്കിയത് അല്ലേ ഒരു പോയിന്റിന്? അതേപോലെ പോളാർ കോർഡിനേറ്റിൽ നിങ്ങൾ ഒരു പോയിന്റിന് ആർ കൊമ തീറ്റ എന്നാണ് നിങ്ങൾ എക്സ്പ്രസ് ആക്കുന്നത്. അപ്പോൾ അതിൽ ആറ് എന്നുള്ളത് എന്താണ്? ആറ് എന്നുള്ളത് ആർ കൊമ തീറ്റ ഒരു പോയിന്റ് ആണെങ്കിൽ ആറ് എന്നുള്ളത് എന്താണ്? ആറ് എന്നുള്ളത് ദ ഡിസ്റ്റൻസ് ആ പോയിന്റ് ഒറിജിൻ മീൻസ് 0,0 അല്ലേ? അപ്പോൾ ദ ഡിസ്റ്റൻസ് ഫ്രം ദി ഒറിജിൻ ഓഫ് ദി പോയിന്റ്, അതായത് ആ പോയിന്റ് ഒറിജിനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലുണ്ട് എന്നുള്ളതാണ് ആർ. ഓക്കെ, അപ്പോൾ തീറ്റ എന്നുള്ളത് എന്താണ്? തീറ്റ എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ ഒരു ലൈനിന് ഫിക്സ് ആക്കുക. ഇപ്പോൾ നിങ്ങൾ സ്റ്റാൻഡേർഡായിട്ട് എക്സ് ആക്സിസിന് തന്നെ ഫിക്സ് ആക്കാം. അപ്പോൾ എക്സ് ആക്സിസിന് തന്നെ ഫിക്സ് ആക്കിയെങ്കിൽ തീറ്റ എന്നുള്ളത് എന്താണ്? തീറ്റ എന്നുള്ളത് ഈ ലൈന്, ഇപ്പോൾ നിങ്ങൾ ലൈൻ വരച്ചു അല്ലേ? അതായത് ഈ പോയിന്റിന് ഒറിജിൻ കൂടി ജോയിൻ ചെയ്യുന്ന ലൈന്. അപ്പോൾ തീറ്റ എന്നുള്ളത് ഈ ലൈന് ഈ എക്സ് ആക്സിസിലൂടെ എത്ര ആംഗിൾ എടുത്തു എന്നുള്ളതാണ്. അതായത് തീറ്റ ഇസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദി പോയിന്റ് വിത്ത് ദി പോസിറ്റീവ് എക്സ് ആക്സിസ്. അതായത് നിങ്ങൾ എക്സ് ആക്സിസിനെ ഫിക്സ് ചെയ്തെങ്കിൽ ആ എക്സ് ആക്സിസിലൂടെ എത്ര ആംഗിളാണ് ആ ലൈൻ അല്ലെങ്കിൽ ആ പോയിന്റ് എടുത്തത് എന്നതാണ് തീറ്റ. ഓക്കെ, അപ്പോൾ ആർ തീറ്റ എന്നുള്ളത് ഒരു പോയിന്റ് പോളാർ കോർഡിനേറ്റിൽ ഒരു പോയിന്റ് ആണെങ്കിൽ അതിൽ ആർ എന്നുള്ളത് എന്താണ്? ആർ ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ഫ്രം ദി ഒറിജിൻ. അതേപോലെ തീറ്റ എന്താണ്? തീറ്റ ഇസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദി പോയിന്റ് ഓർ ദി ലൈൻ ആർ വിത്ത് ദി സ്റ്റാൻഡേർഡ് ലൈൻ പോസിറ്റീവ് എക്സ് ആക്സിസ്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമിൽ പറഞ്ഞെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു പോയിന്റ് 3,2 എന്നുള്ള പോയിന്റ് എങ്ങനെയാണ് വരയ്ക്കുക? കാർട്ടീഷ്യൻ കോർഡിലാണെങ്കിൽ ഇത് 1 2 3, ഇത് 3 ഇവിടെ ആണെങ്കിൽ 1 2
2 എന്നുള്ളത് y ഡിസ്റ്റൻസിലും. അപ്പോൾ 3, 2 എന്നുള്ള പോയിന്റ് എവിടെ ഉണ്ടാവും? ഇവിടെയാണ് അല്ലേ? 3, 2 എന്നുള്ള പോയിന്റ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ ഒരു പോയിന്റിന് എക്സ്പ്രസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർമ് മാത്രമേ ഉള്ളൂ. അതായത് 3,2 എന്നുള്ള പോയിന്റ് അവിടെ തന്നെ ഉണ്ടാവണം. അത് വേറെ ഏത് പ്ലേസിലും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ 3, 2 എന്നുള്ള പോയിന്റ് ഇവിടെ തന്നെ ഉണ്ടാവും അല്ലേ? എക്സ് ആക്സിസിൽ 3 ഡിസ്റ്റൻസും വൈ ആക്സിസിൽ 2 ഡിസ്റ്റൻസും ആണ്. അപ്പോൾ 3, 2 എന്നുള്ള പോയിന്റ് ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമിൽ ഒരു പോയിന്റിന് ഒരു ഫോർമ് മാത്രമേ ഉള്ളത്. ബട്ട് ഇൻ പോളാർ കോർഡിനേറ്റിലാണെങ്കിൽ നിങ്ങൾ സെയിം പോയിന്റിനെ കുറേ രീതിയിൽ എക്സ്പ്രസ് ആക്കാം. അതായത് പോളാർ കോർഡിനേറ്റിൽ സെയിം പോയിന്റിന് കുറേ കോർഡിനേറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ഒരു പോയിന്റിന് തന്നെ കുറേ കോർഡിനേറ്റ്സ് ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് നിങ്ങൾ എക്സാമ്പിൾ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ എക്സാമ്പിൾ കൺസിഡർ ചെയ്തു. അപ്പോൾ നിങ്ങൾ ഡയഗ്രാം നോക്കിയിട്ടില്ല. ഡയഗ്രാം ഈ പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ പോയിന്റ് പി ഓഫ് ആർ തീറ്റ ഇവിടെയാണ്. പി ഓഫ് ആർ തീറ്റ എന്നുള്ളത് ഇവിടെയാണ് എന്ന് വെച്ചാൽ ഈ പോയിന്റ് ഒറിജിനിൽ നിന്ന് 6 ഡിസ്റ്റൻസിലുണ്ട്. അതേപോലെ ആംഗിൾ മെയ്ഡ് ബൈ ദിസ് ലൈൻ വിത്ത് ദി പോസിറ്റീവ് എക്സ് ആക്സിസ് ഈസ് തീറ്റ. ഇതാണ് ഗ്രാഫിക്കലി നിങ്ങൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ.